സ്നേഹിതരെ, എന്ത് ചെയ്യാനാ? രാജപാതയെ പറ്റി വീഡിയോ ചെയ്ത് ഞാനൊരു പൂയംകുട്ടി കുട്ടമ്പഴത്ത് താമസിക്കുന്നതുകൊണ്ട് രാജപാത അതിലേ പോകുന്നതുകൊണ്ടും ആ നാടിൻ്റെയും കേരളത്തിൻ്റെയും സൗത്ത് ഇന്ത്യയുടെയും ഇന്ത്യയുടെയും ആവശ്യമായതുകൊണ്ട് അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ അറിയാതെ കയറി കുറച്ച് പ്രകൃതി സ്നേഹികളാന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ, പ്രകൃതി സ്നേഹം എപ്പോഴും നല്ലതാണ്. ഞാനൊരു പ്രകൃതി സ്നേഹിയാണ്, പ്രകൃതിക്ക് കൊണ്ട് നിൽക്കുന്ന ആളാണ്. എന്നാലും നമ്മുടെ ജയേന്ദ്രൻ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനൊരു മറുപടി ഒരു വീഡിയോ ചെയ്തായിരുന്നു. അദ്ദേഹം ഒരു മറുപടി ആയിട്ട് പാർട്ട് 2 ആയിട്ടൊരു വീഡിയോ ചെയ്തു. സോറി, ജയേന്ദ്രൻ സാർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നെ 1-2 പേര് വിളിച്ചായിരുന്നു. അന്നേരം എൻ്റെ ഏതാണ്ട് ഫേസ്ബുക്ക് അറിയാതെ ബ്ലോക്കായി പോയായിരുന്നു. അങ്ങനെ ബ്ലോക്കായിട്ട് ഇടുന്നതല്ല, സംഭവിച്ചുവാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ചെറിയ കാര്യമുള്ളൂ. ഈ ജയേന്ദ്രൻ സാറിനോട് ഇത് മുഴുവൻ പറയാൻ എനിക്ക് വീഡിയോയിൽ കൂടെ പറയാൻ പറ്റത്തില്ല. വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ മുഴുവൻ ഒരു ബണ്ടിൽ റെക്കോർഡിരിക്കുകയാണ്. ഞാൻ 3 കേസ് ഫയൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ രേഖകൾ മുഴുവൻ ആധികാരിക രേഖകളും ആധികാരിക പഠനം നടത്തിയിട്ടാണ് ഞാൻ കേസിട്ടിരിക്കുന്നത്. ഇല്ലാതെ ഹൈക്കോടതി കേസിടാൻ പറ്റിയില്ല എന്നുള്ള കാര്യം ജയേന്ദ്രൻ സാറിനറിയാമല്ലോ. ചുമ്മാ വായ പഠിച്ചുകൊണ്ട് കോടതി കേസ് നിൽക്കത്തില്ല. അപ്പോൾ ആധികാരിക രേഖയും ആധികാരിക പ്രമാണങ്ങളും മറ്റു കാര്യങ്ങളും മുഴുവൻ എൻ്റെ നിൽക്കുകയാണ്. ഞാനത് സമ്പാദിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ തന്നെ മുടക്കിയിട്ടുണ്ട്. അല്ല ചുമ്മാ എടുത്തിരിക്കുന്ന പ്രമാണങ്ങളുമല്ല. ഞാൻ ഈ കേസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നാളിതുവരെ നാട്ടുകാരിൽ നിന്നും മറ്റേ ആൾക്കാരിൽ നിന്നും ആരുടെ നിന്നും ഞാൻ 100 രൂപ പോലും പിരിച്ചിട്ടില്ല. എനിക്ക് അതിനുമാത്രം കാശുണ്ടായിട്ടൊന്നുമില്ല ജയേന്ദ്ര. അത് എൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. അങ്ങനെ കരുതിയാൽ മതി. എനിക്ക് ഈ രാജപാത, എനിക്ക് പൂയംകുട്ടി കുട്ടമ്പഴ ഈ 2 സ്ഥലമുള്ളൂ. ഞാൻ റിസോർട്ട് മാഫിയൊന്നുമല്ല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും എല്ലാം കൂടി ഒരു 8-10 ഏക്കർ സ്ഥലമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. അത് റബ്ബർ പ്ലാന്റേഷനും മറ്റു കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ ജീവിക്കാൻ പറ്റിയില്ല എന്നെങ്കിലും ഞാൻ ഇപ്പോഴും കൃഷി തുടരുന്നുണ്ട്. കൃഷി മാറിപ്പിടിപ്പിക്കുന്നു, കുരുമുളകായി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ പോട്ടെ. വക്കീൽ പണിയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അത്യാവശ്യം കഞ്ഞി കുടിക്കുന്നു. എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ചെയ്യുന്ന പറഞ്ഞില്ല. 100 രൂപ പോലും ഞാൻ ഫീസ് മേടിച്ചിട്ടും ചെയ്യുന്ന ഒരു കേസല്ല. പൂയംകുട്ടി വരെ എനിക്ക് നല്ല സുന്ദരമായിട്ട് BMBC പണിത റോഡുണ്ട്. എൻ്റെ സ്ഥലം വരെ കുട്ടമ്പഴയുണ്ട്. എനിക്ക് ഈ റോഡ് കൊണ്ട് കൂടുതൽ പ്രയോജനമുള്ള ഒരാളല്ല. എങ്കിൽ തന്നെയും ഞാൻ ആ മാങ്കുളത്തും അതുപോലെ ആ മലയോര ഭാഗങ്ങളിലും അവിടെയുള്ള ആദിവാസികളുടെ ഇടയ്ക്കും എല്ലാം സഞ്ചരിച്ചതുകൊണ്ട് എനിക്ക് ഈ റോഡിൻ്റെ പ്രസക്തിയും, ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഏതായാലും നമ്മുടെ ജയേന്ദ്രൻ തന്നെ പറഞ്ഞു നയന മനോഹരമാണെന്ന് പറഞ്ഞു. ആ നയന മനോഹരമായുള്ള ഒരു സാധനം ജനം മുഴുവൻ കാണണം. ഫോറസ്റ്റുകാർ മാത്രം കണ്ടാൽ പോരാ, ഇല്ല ജയേന്ദ്രനെ പോലുള്ള പ്രകൃതിവാദികൾ മുഴുവൻ കണ്ടാൽ പോരാ. ആ റോഡെ എല്ലാവരും കയറിപ്പോകണം, എല്ലാവർക്കും കാണണം. ആ നയന മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും പുഴയും മനോഹരമായ ഫോറസ്റ്റും എല്ലാം കാണണം. അതുകൊണ്ടാണ് കാണേണ്ട ഒരു കാര്യം. ഞാൻ അതേപ്പറ്റി കൂടുതലൊന്നും അറിയിക്കുന്നില്ല. ജയേന്ദ്രൻ എന്നെ ഒരു സംവാദത്തിന് വിളിച്ചിരുന്നു. ജയേന്ദ്രൻ പറയുന്ന സ്ഥലത്ത് ഞാൻ വേണേൽ വരാം, എനിക്ക് കുഴപ്പമില്ല. ഇല്ല ജയേന്ദ്രൻ എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും എറണാകുളത്ത് എൻ്റെ ഓഫീസിലോ കുട്ടമ്പഴ എൻ്റെ വീട്ടിലോ വന്നു കഴിഞ്ഞാൽ മുഴുവൻ വണ്ടിക്കൂലിയും ഞാൻ മുടക്കാം. ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ജയേന്ദ്രനും എൻ്റെ കാശ് മുടക്കിയാൽ വലിയ ഉപകാരമായിരിക്കും. അത് മാത്രമേ പറയാനുള്ളതുള്ളൂ. എനിക്ക് അതിനുമാത്രം കാശുള്ള ആളല്ല. ഞാൻ വരാം, എന്നിട്ട് നമ്മുടെ സംവാദം വേണമെന്നുണ്ട് വീഡിയോയിലെടുക്കാം. എന്നിട്ട് എന്താണെന്ന് എഴുതാം. എന്നുവെച്ചാൽ ഇത് വീഡിയോയിൽ കൂടെ അല്ല ചെയ്യേണ്ടതല്ല. എങ്കിലും ഞാനൊരു ഓട്ടോ പൊസിഷനും വെക്കാം ജയേന്ദ്ര. സോറി, എന്നോട് ക്ഷമിക്കുക. റിസോർട്ടല്ല, റിസോഴ്സാണ് ആവശ്യമെന്ന് പറഞ്ഞു. ശരിയാണ്. ജയേന്ദ്രൻ അന്വേഷിക്കണം റിസോർട്ട് എവിടെയുണ്ടെന്ന്. കുട്ടമ്പഴ മുതൽ അല്ല തട്ടേക്കാട് മുതൽ പൂയംകുട്ടി വരെ യാതൊരുവിധ റിസോർട്ടുകളൊന്നുമില്ല. ആകെപ്പാടെ ഒരു 4 സ്റ്റാർ ഹോട്ടൽ ഉണ്ട്. കുട്ടമ്പഴ പുതുതായിട്ട് തുടങ്ങിയതുണ്ട്. അല്ലാതെ വേറൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. മാങ്കുളം കഴിഞ്ഞിട്ട് കാണുമായിരിക്കും. അവിടെയുള്ള സാധാരണ ആൾക്കാരാണ്. അപ്പം പിന്നെ ജയേന്ദ്രൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ആരൊക്കെയാണ് ഈ റോഡിന് സൈഡിലുള്ളതെന്നുള്ളത് ധൈര്യമായിട്ട് ജയേന്ദ്രന് സർക്കാരിനോട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ജയേന്ദ്രൻ വില്ലേജ് ചെന്ന് കഴിഞ്ഞാൽ, കുട്ടമ്പഴ വില്ലേജിലും മാങ്കുളം വില്ലേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ മുഴുവൻ എത്ര ആൾക്കാർക്ക് സ്ഥലമുണ്ടെന്നോ ഏത് റിസോർട്ട് മാഫിയാന്ന് കിട്ടും. ജയേന്ദ്രൻ അത് തപ്പിയെടുത്തിട്ട് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. ഒരൊറ്റ റിസോർട്ട് മാഫിയായിക്ക് അവിടെ സ്ഥലമില്ല. ഉള്ളതൊക്കെ അടിമാലിയിലാണ്. എനിക്ക് തോന്നുന്നത് ജയേന്ദ്രൻ ഏതാണ്ട് ചെറിയ വിഷമം വന്നിട്ടുണ്ട്. ഈ അടിമാലിയിൽ ഇരുമ്പുപാലത്തിൻ്റെ കാര്യം അടിമാലിയിലും പറഞ്ഞു. ഏതാണ്ട് ഏത് രാജ്യക്കാരനാണെന്ന് എനിക്കറിയത്തില്ല, ഏത് നാട്ടുകാരനാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ വിജനമാവുമെന്ന് പറയുന്നത്. അപ്പോൾ ആകെപ്പാടെ റിസോർട്ട് മാഫിയം ഉള്ളത് അടിമാലിയിലും ഇരുമ്പുപാലത്തുള്ള കുറച്ച് റിസോർട്ട് മാഫിയകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ജയേന്ദ്രൻ പറയുന്നതാണെന്ന് ഞാൻ കരുതുന്നു. ജയേന്ദ്രൻ്റെ വർത്തമാനം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെയുള്ളത് ഈ പരിവേഷ ആപ്ലിക്കേഷനെ പറ്റി സംബന്ധിച്ച് പറഞ്ഞു. പരിവേഷ എന്നാണെന്നെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ള ജയേന്ദ്ര. പരിവേഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജയേന്ദ്രൻ അറിയാം, എന്നാലും ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. ഒരു വനഭൂമി 1989 ഫോറസ്റ്റ് ആക്ടിന് ശേഷം, കൺസർവേഷൻ ആക്ടിന് ശേഷം വനഭൂമി
എന്തെങ്കിലും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സർക്കാരിനോ സ്റ്റേറ്റിനോ പ്രൈവറ്റ് വ്യക്തികൾക്കോ മറ്റാൾക്കാർക്കോ വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ പരിവേഷ അപേക്ഷ പ്രകാരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം കിട്ടും. ഇപ്പോൾ 10 വർഷമായിട്ട് ഏതാണ്ട് 194 ഹെക്ടർ കേരള സർക്കാർ മേടിച്ചിട്ടുള്ളേ ഉള്ളൂ. തമിഴ്നാട് ഏതാണ്ട് 200 ഹെക്ടർ 300 ഹെക്ടർ മേടിച്ചു. ബാക്കി എല്ലാവരും 1000, 2000, 3000 ഹെക്ടർ മേടിച്ചു. ഏറ്റവും കുറവ് 23 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് സ്ഥലം മേടിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ജയേന്ദ്രൻ പഠിക്കുക, ഞാൻ അതേപ്പറ്റിയൊന്നും പോകുന്നില്ല. അപ്പോൾ പരിവേഷിന് ആപ്ലിക്കേഷൻ വെച്ച് ഇത് മേടിക്കണോ വേണ്ട എന്നുള്ളതാണ്. ഇത് മേടിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾഡ് ആലുവ മൂന്നാർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാജാവിൻ്റെ കാലത്ത് സർവേ ചെയ്ത് ഇട്ടിരിക്കുന്ന റോഡാണ്. അതിന് ഉദാഹരണമാണല്ലോ ജയേന്ദ്രൻ വന്ന് ആ തട്ടേക്കാട് മുതൽ കുട്ടമ്പുഴ വരെ പണിത് ആ റോഡൊന്ന് നോക്ക്. ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം അക്വയർ ചെയ്തിട്ടില്ല. അവിടെ എല്ലാം 30 മീറ്റർ വീതിയിൽ റോഡിന് വേണ്ടിയിട്ട് സ്ഥലം എടുത്ത് പോയിരിക്കുന്നതാണ്. അതേ രീതിയിൽ അങ്ങ് മൂന്നാർ വരെ സർവേ ചെയ്തിട്ടിരിക്കുന്ന അത് ഫോറസ്റ്റിൻ്റെ അല്ല, അത് റവന്യൂവിൻ്റെ ലാൻഡാണ്, PWD ആണ്. അപ്പോൾ പരിവേഷ് വെക്കേണ്ട കാര്യമില്ല എന്നും കരുതി പരിവേഷ് വെച്ച് റോഡ് വെട്ടിയിട്ടുണ്ട്. എവിടെ മുതലാണ് റോഡ് വെട്ടിയിരിക്കുന്നത്? ഈ റോഡ് വെട്ടിയത് ഈ പരിവേഷ് വെച്ച് റോഡ് വെട്ടിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതുതായിട്ട് പണിയുന്ന ഡാം സൈറ്റ് ഉണ്ടല്ലോ, മാങ്കുളത്തെ ഡാം സൈറ്റ് മുതൽ മറ്റേ പാലമില്ലേ, പെരുമ്പംകുത്ത് പാലം വരെ പണിതിട്ടുണ്ട്. 6 കിലോമീറ്റർ റോഡ് കുർത്തിക്കുടി മുതൽ, കുർത്തിക്കുടി എന്നുള്ളത് ഞാൻ വിട്ടുപോയത് കേട്ടോ, ശ്രമിക്കുക. അപ്പോൾ കുർത്തിക്കുടി മുതൽ 6 കിലോമീറ്റർ റോഡ് പണിത് ഇതിലെയാണ് പണിതിരിക്കുന്നത്. ആലുവ മൂന്നാർ റോഡിൽ അത് എടുത്തിരിക്കുന്നത് എനിക്കുണ്ട്. അത് ഇലക്ട്രിസിറ്റി ബോർഡ് അത് പരിവേഷ് വെച്ചാണ് പണിതിരിക്കുന്നത്, സമ്മതിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡുകാർക്ക് അതിന് ആവശ്യമില്ലായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡുകാരോട് ഫോറസ്റ്റുകാർ എതിർത്തുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ കാശുള്ളതുകൊണ്ട് അവർ പരിവേഷ് വെച്ചു. കേരള സർക്കാരിന് അതിൻ്റെ ആവശ്യമില്ല. അപ്പം പരിവേഷ് വെക്കാതെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡുകാർക്ക് റോഡ് വെട്ടായിരുന്നു. അപ്പോൾ പരിവേഷ് വെച്ച് വെട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാരിന് വെട്ടാനാണ് പഠിക്കുന്നത്. 12 കിലോമീറ്റർ റോഡേ ഉള്ളൂ, അത് പരിവേഷ് വെച്ച് വെട്ടിക്കോളും. ജയേന്ദ്രൻ അതിന് വേണ്ടിയിട്ട് കാശൊന്നും മുടക്കണ്ട, അത് സർക്കാർ മുടക്കിക്കോളും. പിന്നെ 101 വർഷം മുമ്പ് പഴക്കമുള്ള റോഡാന്ന് പറഞ്ഞു, കാളവണ്ടി റോഡാണ്. എൻ്റെ പൊന്ന് ജയേന്ദ്ര, ഇങ്ങനെയൊന്നും പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കില്ലേ. കാളവണ്ടി റോഡല്ല, ആദ്യമായിട്ട് മൂന്നാറിൽ മോണോ റെയിൽ ഉണ്ടായത് അവിടെയാണെന്ന് പറഞ്ഞല്ലോ. 1910 ഈ റെയിൽവേ ഉണ്ടായിക്കഴിയുമ്പോൾ, കേരളത്തിൽ റെയിൽവേ ഉണ്ടായിക്കഴിയുമ്പോൾ ആ സാധനം മുഴുവൻ അതിലേ പോയത്. ജയേന്ദ്രൻ വന്ന് പൂയംകുട്ടിലെ കലുങ്കുകയാണ്, പീണ്ടിമണിലെ കലുങ്കുകയാണ്, ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കലുങ്കുകൾ കാണുക, പാലങ്ങൾ കാണുക. ഒന്നും അല്ലെങ്കിൽ പെരുമ്പംകുത്തിലെ പാലം വന്ന് കാണുക. ജയേന്ദ്രൻ അത്രയും വലിയ പാലം ഇപ്പോൾ എറണാകുളത്ത് പോലുമല്ല ഇടിഞ്ഞു പൊളിച്ചാൽ നിൽക്കുന്നത്. അതുകൊണ്ട് ചുമ്മാ മണ്ടത്തരം പറയല്ല ജയേന്ദ്ര. പിന്നെ പാത തുറന്നാൽ മെച്ചം ആർക്കാണെന്നാണ് ജയേന്ദ്രൻ പറയുന്നത്? പാത തുറന്നാൽ മെച്ചമെന്ന് വെച്ചാൽ ആദിവാസികൾക്കാണ്. ജയേന്ദ്രൻ പറയുന്നതല്ല, പുറത്തേക്കൂടിയിലുള്ളവർക്ക് 1500, 2000 ഏക്കർ സ്ഥലം ആദിവാസികൾക്കുണ്ട്. 300 വർഷം 400 വർഷമായിട്ട് അവർ താമസിക്കുന്നവരാ. അതിലേ ഈ റോഡ് കടന്നു പോകുന്നത്. ഇപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ലൈൻ ബസ് ഉണ്ടോ ഉള്ളൂ, അവർക്ക് പോകാൻ യാതൊരു മാർഗവുമില്ല. പഴയ ഹിൽ ഹൈവേ റോഡ് ഉണ്ടായിരുന്നു, അതുമില്ല. അവിടുത്തെ പിള്ളേർക്ക് അടിമാലി പഞ്ചായത്ത് കാശ് കൊടുത്താണ് ആ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടാക്സി ബസ്സേ പോകുന്നത്. ഫോറസ്റ്റുകാർ ഈടെ വന്ന് അവരെ കൊണ്ട് ഈ റോഡിന് ഞങ്ങൾക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് ഒപ്പിടിപ്പിക്കാൻ തുടങ്ങി. ജയേന്ദ്രൻ പോയി അന്വേഷിക്കുക. അവിടുത്തെ മൂപ്പൻ സഹിതം 5 പേർ എൻ്റെ കക്ഷിയിലെ കക്ഷികളാണ്. അതുകൊണ്ട് പിന്നെ ഉള്ളത് പാത തുറക്കുന്നതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞത്. പാത തുറക്കുന്നതിന് ഗുണമില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഗുണമില്ലാത്തത്? എൻ്റെ പൊന്ന് ജയേന്ദ്രൻ, പാത തുറക്കുന്നതുകൊണ്ട് കേരള മഹാരാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും ഗുണമുണ്ട്. ഇപ്പം മറ്റേ 85 പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, മണ്ണിടിച്ചിൽ, വളവ് തിരിവ്, മറ്റു കാര്യങ്ങൾ, ബ്ലോക്ക്, കോതാങ്കോലം മുതൽ ബ്ലോക്കാണ്. ഇത് 2 പാത, ഒരു നാഷണൽ ഹൈവേക്ക് 2 റോഡ് വേണമെന്നുണ്ട്. അതിലൊരു റോഡായിട്ട് ഇത് മാറ്റാൻ പറ്റും. അതുകൊണ്ട് മസിൽ പിടിക്കില്ല ജയേന്ദ്ര. പിന്നെ അടിമാലി സാമ്പത്തികമായി തകരും. അടിമാലി സാമ്പത്തികമായി തകർന്നുകൊണ്ട് ജയേന്ദ്രന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കാരണവശാലും തകരില്ല. അത് ജയേന്ദ്രൻ സങ്കല്പം. ജയേന്ദ്രൻ അടിമാലിക്കാരനാണോ? അതുകൊണ്ടായിരിക്കും ജയേന്ദ്രന് വേറെ എന്തെങ്കിലും പ്രത്യേകത കിട്ടിയതുകൊണ്ടായിരിക്കും അറിയാതെ ജയേന്ദ്രൻ്റെ ഉള്ളിൽ നിന്നുള്ള വികാരം ഇങ്ങനെ തിളച്ച് വരുന്നതായിരിക്കും അടിമാലിക്കാർക്ക് വേണ്ടിയുള്ള വികാരം. അടിമാലിയൊന്നും പോരാ, അടിമാലി എസ്റ്റാബ്ലിഷ് ചെയ്താണ്. അടിമാലിയോട് ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രത്യേകത എന്ന് പറയും ജയേന്ദ്ര. അങ്ങനെ പാരിസ്ഥിതിക പ്രത്യേകതയുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് എന്നുണ്ടാക്കിയ 1872 ഉണ്ടാക്കിയ റോഡാണ്. 1924 വരെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ ഈ റോഡ്. അത് കഴിഞ്ഞാണല്ലോ അടിമാലി റോഡ് ഉണ്ടായത്. എന്നാൽ പിന്നെ ഈ പാരിസ്ഥിതിക പ്രത്യേകത അന്നുണ്ടായില്ലല്ലോ. പിന്നെ എന്ത് പാരിസ്ഥിതിക പ്രത്യേകത? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലേ പോകുന്ന എത്രയോ വനത്തിൽ കൂടെ പോകുന്ന റോഡുകളുണ്ട് ജയേന്ദ്രൻ അതൊന്ന് പറ. ഒരു 10-25 റോഡുണ്ടല്ലോ. ഞാൻ അതേപ്പറ്റി ആ റോഡിനെ പറ്റി ഒന്നും പറയുന്നില്ല. കളക്ടറേറ്റിലേക്ക് പോകുന്ന ഇടുക്കി കളക്ടറേറ്റിലേക്ക് പോകുന്ന റോഡ് മാത്രം മതി.
പിന്നെ പൂയംകുട്ടി ഹിൽ ഹൈവേക്ക് വേണ്ടിയിട്ട് ഇട്ട സ്ഥലം ഇതിലേ പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. KFRI റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞല്ലോ. ആ റിപ്പോർട്ടിലെല്ലാം ഫോറസ്റ്റുകാർ ഈ റോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ റോഡ് നേരത്തെ മുതലുള്ളതെന്ന്, ഈ റോഡിനെ മാത്രം ആശ്രയിക്കാൻ പറ്റുള്ളൂ, വേറെ യാതൊരു വഴിയില്ലെന്നാണ് KFRI റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ വനത്തിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഓൾഡ് ആലുവ 3 റോഡല്ലാതെ വേറെ വഴിയില്ലെന്നാണ് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി ജയേന്ദ്ര. വരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. പിന്നെ 300-400 കിലോമീറ്റർ മധ്യപ്രദേശിൽ കൂടി ടൈഗർ റിസർവിൽ കൂടി വണ്ടി പോകുന്നു 6 വരി പാതയിൽ. എന്നിട്ടാണ് ഇവിടെ ഒരു 8 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഇത്രയും വലിയ വിഷയം ഉണ്ടാകുമെന്ന് പറയുന്നത്. പിന്നെയുള്ളത് നേരിമംഗലം വളരെ ഹൈവേക്ക് വേണ്ടിയിട്ട് റോഡ് വെട്ടാൻ വേണ്ടി അനുവദിച്ചെന്നും ഉടനെ നമ്മൾ പോയി അതിന് കൊണ്ടുപോയി പാര വെച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ജയേന്ദ്രൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇപ്പോൾ അടിമാലിയുള്ളവരും രക്ഷപ്പെടാൻ പാടില്ല, ലോകത്തിലുള്ളവരും രക്ഷപ്പെടാൻ പാടില്ല. എവിടെ നിങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് പാര വെക്കുന്നവരുണ്ട്. ജയേന്ദ്രനൊന്നും മനസ്സിലാക്കണം. ദൈവം എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. ദൈവം എന്തിനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്? മനുഷ്യന് വേണ്ടിയിട്ടാണ്. മനുഷ്യ ജരാചരത്തിന് വേണ്ടിയാണ് ബാക്കി മൃഗങ്ങളെയും അതുപോലുള്ള മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത്. മനുഷ്യന് ഇത് ആസ്വദിക്കാനുള്ളതാണ്, ഇത് കാഴ്ചകൾ കാണാനുള്ളതാണ്. ഇത് ഫോറസ്റ്റ് അപ്പോൾ ജയേന്ദ്രനെ പറയുന്നുണ്ട് നല്ല നയന മനോഹരമായ സ്ഥലത്തൂടെയാണ് പോകുന്നതെന്ന്. ഈ നയന മനോഹരമായ സ്ഥലം ജയേന്ദ്രൻ ഇതുവരെ ആസ്വദിച്ചിട്ടുണ്ടോ? പോയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ജനങ്ങളെല്ലാം ആസ്വദിക്കട്ടെ ജയേന്ദ്ര. മനുഷ്യനൊരു ജീവനുള്ളിടത്തോളം കാലം അവിടെ റീറ്റേണിങ് ഒരു 8-10 കിലോമീറ്റർ വീതിയുള്ള സ്ഥലമേ ഉള്ളൂ. അവിടെ വേണമെന്നുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ റീറ്റേണിങ് വാൾ കെട്ടാം, അണ്ടർഗ്രൗണ്ട് പാസേജ് കൊടുക്കാം, ഫ്ലൈ ഓവർ കൊടുക്കാം. സുന്ദരമായിട്ട് വിദേശ രാജ്യങ്ങളെ പോലെയും ഇന്ത്യയിലെ പോലെയും പെഞ്ചിലെ പോലെയും മധ്യപ്രദേശിൽ പോകുന്ന പെഞ്ചിലെ പോലെയും വന്യമൃഗങ്ങളെ ഇവിടെ പിള്ളേർക്ക് വരെ കണ്ട് മോളിൽ നിന്നുകൊണ്ട് കണ്ട് ആസ്വദിച്ച് ഇതാണ് ആനയെന്നും ഇതാണ് പുലിയെന്നും കടുവയെന്നും കരടിയെന്നും പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന ജയേന്ദ്രനായിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള പരിസ്ഥിതിവാസികൾ ജയേന്ദ്രനിട്ട് പിടിക്കും. പിന്നെ പൂയംകുട്ടി മേഖലയിലെ ജൈവ സമ്പത്തെന്ന് പറഞ്ഞു ജയേന്ദ്ര പൂയംകുട്ടി മേഖലയിൽ മാത്രമല്ല ജൈവ സമ്പത്തുള്ളത്. ചാലക്കുടിയിലുണ്ട്, കക്കിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, വയനാടുണ്ട്. ഈ കേരളം മുഴുവൻ ജൈവ സമ്പത്തായിട്ടുള്ള സ്ഥലമാണ്. അതിനകത്തൊന്നും ഇന്ന സ്ഥലത്തൊന്നുമില്ല. ചുമ്മാ പൂയംകുട്ടി എന്ന് പറഞ്ഞ് തള്ളാതെ അങ്ങോട്ട് റോഡ് തുറന്നാൽ കോതമംഗലത്ത് അടിമാലിയിലും വന്യമൃഗങ്ങൾ. ജയേന്ദ്ര ഞാനിപ്പോൾ കുട്ടമ്പുഴ പൂയംകുട്ടി എനിക്ക് സ്ഥലമുണ്ട്. ഞാൻ ആഴ്ച ഒരിക്കൽ പോകുന്നതാണ്. ഇതെതിരെയാണ് പോകുന്നത്. തട്ടേക്കാട് പോകാൻ പുന്നേക്കാട് കഴിഞ്ഞാൽ തട്ടേക്കാടിന് 6 കിലോമീറ്റർ 8 കിലോമീറ്റർ റോഡിൽ കൂടെ പോകുന്നത്. അവിടെ മുഴുവൻ വന്യമൃഗങ്ങളാണ് നിൽക്കുന്നത്. രാത്രി ഞാൻ മിക്കവാറും പോകുന്നത് 11 മണി 12 മണി സമയത്താണ്. ഊരുറപ്പിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ജയേന്ദ്രൻ അക്കാര്യത്തിലൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ സംരക്ഷിക്കേണ്ട ചുമതലയും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ സർക്കാരാണ്. ജയേന്ദ്രനായിട്ട് സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. വന്യമൃഗം എവിടെ ഇറങ്ങും? ഇവിടെ അതിലെ വണ്ടി പോയി എന്ന പേരിൽ ഒരിടത്തോട്ട് ഇറങ്ങുമൊന്നുമില്ല. ആദിവാസിക്ക് റോഡ് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജയേന്ദ്രൻ ഒരു പണി ചെയ്യുക. ഇത്രയും മെനക്കെട്ടല്ലോ. ജയേന്ദ്രനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കയറ്റിക്കൊണ്ട് പോകാം. ജയേന്ദ്രന് അനുവാദം കിട്ടിയാലെന്നുണ്ടെങ്കിൽ ഞാൻ മന്ത്രിയോട് പറഞ്ഞാലും നടക്കും. ഇല്ല എനിക്ക് അതിനുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഒന്നും പ്രവഹിക്കണ്ട. ഇല്ലെങ്കിൽ ഞാനിവിടെയുള്ള ഫോറസ്റ്റ് ചീഫ് നമ്മുടെ ഞങ്ങളൊക്കെ എതിരായിട്ട് കേസ് നടത്തുന്നതാണ്. നാഗരാജ് സാറേ, ഇങ്ങനെ ജയേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്, പുള്ളി ഒന്ന് കാണാനായിരിക്കണം, കയറ്റി വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DFO നിങ്ങൾക്ക് സെക്യൂരിറ്റി ഒന്ന് കയറ്റിക്കൊണ്ട് പോകും. നിങ്ങൾ അക്കാര്യപ്പെട്ട് നിങ്ങൾക്ക് എന്ന് പോകണമെന്നൊന്ന് പറഞ്ഞാൽ മതി. അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം. എൻ്റെ എതിർകക്ഷിയാണേലും അവരൊക്കെ അതിനൊന്നും ചെയ്തു തരുന്ന കാര്യത്തിലൊന്നും അവർക്കൊന്നും മടി വരികയില്ല. മാങ്കുളത്ത് സംഘർഷമില്ല എന്ന് പറഞ്ഞു. മാങ്കുളത്താണല്ലോ മുഴുവൻ വിഷയം ഇരിക്കുന്നത്. അവിടെയാണല്ലോ ഈ ഫോറസ്റ്റുകാർ റോഡ് തുറന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ട് കിടക്കുന്നതാണ്. ഈ റോഡിൽ കൂടെയാണ് അവരിപ്പോൾ പെരുമ്പങ്കൊത്ത് മുതൽ കുർത്തിക്കുടി വരെ ഒന്നാന്തരമായിട്ട് ഹൈവേ റോഡ് വെട്ടിയിരിക്കുന്നത്. അങ്ങനെ റോഡ് വെട്ടാമെങ്കിൽ പിന്നെ അവിടുന്ന് കുർത്തിക്കുടിയിൽ നിന്ന് പിന്നെ പീണ്ടിയോട് വരെ റോഡ് വെട്ടാമല്ല ജയേന്ദ്രൻ വന്ന് കാട് 8-10 കിലോമീറ്റർ റോഡല്ലേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ട് എന്തിനാണ് ചാകാൻ തുടങ്ങുന്നത്? ഒരു സമൂഹം മുഴുവൻ രക്ഷപ്പെടുകയല്ലേ? ഒരു ആൾക്കാരുടെ എത്രയോ പെട്രോൾ കത്തിക്കാതിരിക്കും, എത്രയോ കാർബൺ എമിഷൻ ഇല്ലാതിരിക്കും. വണ്ടിയുമ്പോൾ പാർക്ക് ചെയ്ത് രാജ്യത്തിന് എന്തുമാത്രം സമ്പത്ത് കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ പറയുന്ന പോലെ നയന സൗകര്യം കിട്ടിയാലേ ഒരൊറ്റ വന്യമൃഗത്തിനും കുഴപ്പം വരികയില്ല. 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ഞാൻ പറഞ്ഞ പോലെ റീറ്റെയിനിങ് വാളും സൈഡ് വാളും കെട്ടിയാൽ മാത്രം മതി. ഇല്ലേ ഫ്ലൈ ഓവറും കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ മനുഷ്യനെ പേടിപ്പിക്കാതെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നു. നിങ്ങളുടെ കാശ് എന്നെ വിളിക്കുകയാണെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് ഞാൻ തരാം. എന്നെ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരെ എൻ്റെ കാശ് മുടക്കണം. എന്നിട്ട് നമുക്ക് വീഡിയോയിൽ കൂടെ മറ്റു കാര്യങ്ങൾ എടുത്തിട്ട് ഇത് റെക്കോർഡ് ചെയ്യാം. ഞാൻ ഡോക്യുമെൻ്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സോറി ജയേന്ദ്ര, നിൽക്കത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വരട്ടല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ പറയുള്ളേ.
എന്നെ വിളിക്കുക. ഇനി ജയേന്ദ്രൻ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം, ഞാൻ കാശ് മുടക്കാം. അത് കഴിഞ്ഞോ ഇനി ജയേന്ദ്രൻ വാ തുറക്കാവുള്ളൂ. അല്ലാതെ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ജയേന്ദ്രനിൽ എനിക്ക് വിശ്വാസമില്ല. ഒന്നെങ്കിൽ എന്നെ വിളിക്കുക, ഇല്ലെങ്കിൽ ഞാൻ ജയേന്ദ്രനെ വിളിക്കാം. നിങ്ങൾ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ കാശ് ഞാൻ മുടക്കാം, എന്നെ അവിടെ വിളിക്കണമെന്ന്. ജയേന്ദ്രൻ എവിടെ താമസിക്കുന്നെങ്കിൽ കേരളത്തിൽ ഏത് ഭാഗത്താണേലും ഇല്ലേ ഇന്ത്യ മഹാരാജ്യത്തിൽ ഏത് ഭാഗത്താണെങ്കിലും ജയേന്ദ്രൻ കാശ് മുടക്കം ഞാൻ വരാം. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ രേഖയും ഡോക്യുമെൻറ്റുമായിട്ട് വരാം. എന്നിട്ട് ഈ റോഡിനെ പറ്റി പഠിക്കുക. അതിന് മുമ്പ് ഞാൻ ജയേന്ദ്രനെ ഈ റോഡ് കാണിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. അതിന് മുമ്പ് എന്നോട് വന്ന് ഈ റോഡ് കണ്ടിട്ട് വേണം നമ്മൾ തമ്മിൽ സംവാദമുള്ളൂ. ഇല്ലാതെ ചുമ്മാ നമ്മൾ വാച പിടിച്ചിട്ട് കാര്യമില്ല. ആ കൂട്ടത്തിൽ 10 പരിസ്ഥിതിവാദി 10 100 പരിസ്ഥിതികളെ വിളിച്ചു. മന്ത്രിയോട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞാലും മന്ത്രി അത്യാവശ്യം കേൾക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനൊന്നും സാധനം ഉണ്ടായിട്ടൊന്നും പറഞ്ഞതല്ലോ കേട്ടോ. ഇനി ജയേന്ദ്രന് സാധനമുണ്ട് നിങ്ങൾക്ക് പ്രതികാർക്കൊക്കെ. ഇല്ലെങ്കിൽ ഞാൻ വക്കീലിനോട് പറയാം. എന്നാലും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല, എന്നാലും നമ്മൾ പറഞ്ഞാലും കാര്യങ്ങളൊക്കെ കുറച്ച് നടക്കും. അതുകൊണ്ട് ചുമ്മാ വായ പിടിച്ച് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോലെ ചെയ്തു. നിങ്ങൾ പറയുന്ന ദിവസം നിങ്ങളെ ഞാൻ കാട്ടിക്കൂടെ കൊണ്ടുപോകാം. കാട്ടിക്കൂടെ അല്ല, ഈ റോഡേ കൂടെ കൊണ്ടുപോകാം. അത് കഴിഞ്ഞ് സംവാദം. പിന്നെ ചുമ്മാ വായ പിടിച്ച് മനുഷ്യനെ പറ്റിക്കല്ലേ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു.